ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗീത ടീച്ചർ ആൻഡ് ലെക്ചേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ അറിയോ, ഇന്ന് മകരം 1-ാം തീയതി അല്ലേ. പിന്നെ അതുപോലെ തന്നെ മകരസംക്രമം, പിന്നെ നമ്മുടെ ഇവിടെ മകരച്ചൊവ്വയ്ക്ക് ഒരു പ്രാധാന്യമൊക്കെ ഉണ്ട്. ഇന്നൊരു മകരമാസത്തിൽ ആദ്യം വരുന്ന ചൊവ്വാഴ്ച മകരച്ചൊവ്വയ്ക്ക് പല ക്ഷേത്രങ്ങളിലും നമ്മുടെ മണ്ണുത്തി ആണ്. നമ്മുടെ മണ്ണുത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമായിട്ട് മാടക്കത്തറയാണ് നമ്മുടെ സ്ഥലം. എന്നാലും നമ്മൾ മണ്ണുത്തിയിലത്തെ മകരച്ചൊവ്വയൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മുടെ തറവാട് മണ്ണുത്തിയിലായിരുന്നു. അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 1-2 കാര്യങ്ങൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, 3 പാക്കറ്റ് പാല്, ഇതൊക്കെയാണ്. പിന്നെ നെയ്യ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പായസമാണ്. പിന്നെ അതിന് പുറമെ സതീഷേട്ടൻ വേറൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടുവെള്ളരി ഭയങ്കര ടേസ്റ്റാണ്. പൊട്ടുവെള്ളരിയും പപ്പായ പഴുത്തതും കൂടിയിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ പിള്ളേർ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ദാഹം തീർക്കാൻ കൊടുക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പായസമാണ്. പിന്നെ നാളേക്ക് ഇടിയൻ ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി അത് നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പായസം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കാണാം. പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പാലടപ്പത്ത് വെച്ചു കേട്ടാ. ഇനി പാലടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു പാക്കറ്റ് സേമിയ നമ്മൾ അതിലേക്ക് ഇടും. നമ്മൾ 200 ഗ്രാമിൻ്റെ സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ആ പാക്കറ്റ്. അതിലേക്ക് 3 പാക്കറ്റ് പാലാണ് ഇട്ടത്. അപ്പോൾ പാല് തിളച്ചപ്പോൾ നമ്മൾ ആ സേമിയ അതിലേക്ക് ഇട്ടു. 200 ഗ്രാമിൻ്റെ പാക്കറ്റ് അതിലേക്ക് എടുത്തിട്ടുള്ളത് 3 പാക്കറ്റ് പാലാണ് കേട്ടോ. ഇപ്പോൾ സേമിയം അതിൽ പാലിൽ കിടന്ന് നന്നായി വെന്തു. അതിലേക്ക് ഞാനൊരു 1/2 കിലോ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 കിലോ പഞ്ചസാര നന്നായി ഒരുവിധമായിട്ടുണ്ട്. സേമിയം വേവായിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ പഞ്ചസാര ചേർത്ത് ഇളക്കാണ്. ഇനി ഇതിലേക്ക് ഒരു തുണ്ട് ഏലക്കായ, ഒരു നുള്ള് ഉപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ ഇതിൽ 3 പാക്കറ്റ് പാല്, 200 ഗ്രാം സേമിയം, അതിലേക്ക് ഞാനെടുത്തിട്ടുള്ളത് 1/2 കിലോ പഞ്ചസാര. അപ്പോൾ പാല് തിളച്ചതിന് ശേഷം സേമിയ ഇതിലിട്ടു. അത് ഒരുവിധം വേവായി എന്ന് കണ്ടപ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്തു. പിന്നെ ഒന്നുകൂടി തിളച്ചതിന് ശേഷം നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും പൊട്ടിച്ചിടാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഏലക്കായയുടെ പൊടി മുകളിലിടാം. എന്ത് വന്നപ്പോൾ കുറച്ച് കട്ടി കൂടി. നമ്മൾ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, 1/2 ലിറ്ററിൻ്റെ. അപ്പം ഞാനതിലേക്ക് ഇത്തിരി കൂടി പാല് തിളപ്പിച്ചത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കട്ടി, കുടിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഇത്തിരി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാല് ചേർത്ത്. നമ്മുടെ പായസം റെഡി ആയിട്ടാണ്. ഞാൻ തീ കുറച്ചിട്ടിരിക്കുകയാണ്. അതിലേക്ക് ആ മധുരത്തിലെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പായസത്തിൽ എപ്പോഴും നമ്മൾ ഉപ്പ് അളവിന് പാകത്തിന് ഉപ്പ് ഇടാൻ പാടില്ല. ഒരു നുള്ളുപ്പ് ഞാനതിൽ ഇത്തിരി കൂടി പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പാകത്തിന് നമുക്ക് കുടിക്കാൻ പാകത്തിലായി. ഇനി ഞാനതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്തിടുകയാണ്. അതിലേക്ക് നെയ്യ് തീ കുറച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൽ ആളിപ്പടരും. അപ്പൊ നെയ്യിൽ നമ്മളിത് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്തെടുത്തു കേട്ടോ. കണ്ടോ? അപ്പൊ നമ്മള് 200 ഗ്രാമിന്റെ സേമിയ, 3 പാക്കറ്റ് പാലായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഒരു 1/2 പാക്കറ്റും കൂടി പാല് നമ്മൾ ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു 1/2 കിലോ പഞ്ചസാര ചേർത്തു. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊന്നും ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ എടുത്ത് അത് പാല് തിളച്ചു. അപ്പം നമ്മൾ അതിലേക്ക് സേമിയ ഇട്ടു. സേമിയൊക്കെ പാകമായി വന്നതിന് ശേഷമാണ് അതിലേക്ക് പഞ്ചസാര ചേർത്തത്. പഞ്ചസാര ചേർത്ത് ഒന്നും കൂടെ തിളച്ചു. അപ്പം നമുക്ക് ഇത്തിരി കട്ടിയെന്ന് തോന്നി. അപ്പോൾ ലേശം കൂടിയും പാല്, പിന്നെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട്
ഒരു നുള്ളു ഉപ്പിട്ടു. അത് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്തത് ഈ സേമിയത്തിലേക്ക് ഇട്ടു. കണ്ടോ, നമ്മുടെ സ്പെഷ്യലാണെന്ന് മകരച്ചൊവ്വ പ്രമാണിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ളു ഏലക്കായ പൊടിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സേമിയ പായസം റെഡി. ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കുമുള്ള ഇന്നത്തെ സ്പെഷ്യലാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, എന്നാൽ പോലും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യല് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഓക്കെ.